ഇന്നും പതിപോലെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ തട്ടകത്തിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് വരുന്നിട്ട് നിൽക്കുന്ന പാട് കടലൊക്കെ കുടിച്ചു കേട്ടോ. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ. ക്ലൈമറ്റ് ഇപ്പം നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ ചൂടാകാനായിട്ട് ആവുന്നുണ്ട്. പിന്നെ കഞ്ഞി എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തള്ളാണ് പുട്ട്. അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള പണിയില്ല. തോരൻകറി എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പച്ചക്കറിയൊക്കെ ഏകദേശം തീർന്നു. ഇനിയിപ്പം മാളിപ്പോയി വാങ്ങിക്കണം. പിന്നെന്താണ്, പിന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. അത് ഉള്ളതുകൊണ്ട് പിന്നെ രാവിലെ കുട്ടിനും എടുക്കാം, ഉച്ചയ്ക്ക് ചോറിനും കൊടുത്തുവിടാം. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പയറ് തോരനേക്കാം. വൻപയർ തോരനേക്കാം. പച്ചക്കറി തീർന്നു. പിന്നെ പുട്ടിന് നനയ്ക്കണം. പിന്നെ ചിക്കൻ കറി ഒന്ന് ചൂടാക്കാം. പയറ് കഴുകി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം വേണ്ട ആവശ്യത്തിന് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊരു 3-4 വിസിലടുപ്പിച്ചെടുക്കണം. പയറൊക്കെ വേവിനനുസരിച്ച് വേണം നമ്മൾ കുക്കറിനകത്ത് വിസിലടിപ്പിച്ചെടുക്കാൻ കേട്ടോ. പല പയറിനും പല വേവാണ്. ചില സമയത്ത് നമ്മൾ 5 വിസിലടിപ്പിച്ചാൽ വേഗത്തില്ല, ചിലപ്പോൾ 3 വിസിലടിപ്പിച്ചാൽ വേഗം. അങ്ങനെയുള്ള പയറും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങ എടുത്ത് വെക്കാൻ മറന്നുപോയി. കാരണം ആലോചിച്ച് നിന്ന് എന്താണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ആലോചിച്ച് നിന്നിട്ട് തേങ്ങ എടുത്ത് വെക്കാൻ മറന്നുപോയി. 5:30 ആയപ്പോൾ പിന്നെ ചടപടയെന്ന് കുക്കറും അടുപ്പത്ത് പയറും വെച്ചു. അതുപോലെ തന്നെ തേങ്ങയും എടുത്ത് വെളിയിൽ വെച്ച്. പിന്നെ ഞാൻ ഇറച്ചിക്കറി ചൂടാക്കാൻ വെച്ച്. ഇപ്പം വീഡിയോ ഒക്കെ ഇടാൻ ഭയങ്കര മടിയാണ് പൊതുവെ ഞാൻ പറയുമായിരുന്നു. കാരണം വ്യൂ ഒട്ടുമില്ല. പിന്നെ കണ്ടൻറ്റിൻ്റെ ക്ഷാമമുണ്ട്. നമ്മൾ ഡെയിലി ഉള്ള ജോലികളല്ലേ ഇടുന്നത്. വ്യൂവും പ്രത്യേകിച്ച് കുറവാണ്. അതുകൊണ്ട് മടുപ്പാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇറങ്ങിയതല്ലേ, എന്തെങ്കിലും ഇതിനകത്തൊന്നാവണം എന്നുള്ള വിചാരത്തിൽ ഇറങ്ങുന്നത്. പക്ഷേ ഒന്നും ആകാൻ പോകുന്നില്ലെന്ന് നമുക്കറിയാം. കാരണം ഇപ്പോൾ ഭയങ്കര ശോകമാണ്. എല്ലാവർക്കും പൊതുവേ വ്യൂ കുറവാണ് കേട്ടോ. എനിക്ക് തന്നെയല്ല, പ്രത്യേകിച്ച് നല്ല കണ്ടൻറ്റുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചൊക്കെ വ്യൂ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ അതിപ്രസരം കൊണ്ട് നമുക്കിപ്പം എത്ര ചാനലാണ് എല്ലാവരും കാണുന്നത്. അതൊരു കാര്യമല്ലേ. നല്ല നല്ല കണ്ടൻറ്റുകളുള്ള ചാനലുകൾ മുന്നോട്ട് പോകും. അല്ലാത്തവരൊക്കെ ഇങ്ങനെ 10, 20, 30 വ്യൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും. എന്നാലും നമുക്ക് നിർത്താനൊരു മടി. അതുകൊണ്ടാണ് കേട്ടോ. ഒരു ദിവസം നമുക്കും എന്തെങ്കിലുമൊക്കെ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാകുമായിരിക്കുന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളിലൂടെ നോക്കാം എങ്ങനെയാണെന്ന്. പിന്നെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ സമയം പോകാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടി ഇടുന്നതാണ് കേട്ടോ. അതിനകത്ത് ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താണ്, രാവിലത്തെ ജോലികളാണ് നമ്മളുടെ മെയിൻ ഇവിടുത്തെ ടാസ്ക് കേട്ടോ. ഒരു രക്ഷയില്ല. എനിക്ക് രാവിലെ നല്ല തിരക്കാണ്. അതിനിടയ്ക്ക് ഞാൻ വീഡിയോയും കൂടി എടുത്ത് ഒപ്പിക്കും. അല്ലെങ്കിൽ പിന്നെ എനിക്ക് പിന്നെ സമയം കിട്ടത്തില്ല. പയറുതോരനൊക്കെ എളുപ്പം ഉണ്ടാക്കാം. പയറുതോരൻ ഉണ്ടാക്കുന്നതുകൊണ്ട് 2 ഉണ്ട് കാര്യം കേട്ടോ. ഇന്ന് ഞാൻ വൈകുന്നേരം കഞ്ഞിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം പയറുതോരനും ഉണ്ട്, നെല്ലിക്കാച്ചാറും ഉണ്ട്. ഇത് ബാലൻസ് വെച്ചിട്ട് വൈകിട്ട് ഞാൻ കഞ്ഞിക്ക് കൊടുക്കും. ഇന്ന് ഞാൻ വൈകിട്ട് ഇന്നത്തെ പരിപാടികളൊക്കെ ഇതോടുകൂടി ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ വെക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ ഏതൊക്കെയാലും ഒറ്റ ട്രിപ്പിൽ പരിപാടി തീർക്കാമെന്ന് വിചാരിച്ച് കഞ്ഞിയും പയറും വൈകിട്ടാക്കുവാണ്. 2 ദിവസമായിട്ട് ഇറച്ചിയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നും കൂടെ കഞ്ഞിയും പയറും നെല്ലിക്കാച്ചാറും ഉണ്ട്. അത് മതിയെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിൽ കൂട്ടുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നടക്കത്തില്ല, ചിലപ്പോൾ നടക്കും. അത്രയേ ഉള്ളൂ. ജീവിതത്തിൽ അങ്ങനെയല്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ലല്ലോ നമുക്ക് നടക്കുന്നത്. എല്ലാം അന്നേരം നടക്കുന്നു, അന്നേരം കഴിയുന്നു. അതൊക്കെയാണ് ജീവിതം അല്ലേ. പിന്നെന്താണ്, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെന്താണ്,
അതിന് ശേഷം ചേട്ടാ ഞാൻ പുട്ടുണ്ടാക്കുകയാണ്. പുട്ടും ചിക്കൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ താരം. അപ്പം തലേദിവസം ചിക്കൻ കറി ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് ആ ഒരു പണി ലാഭം കിട്ടി. പിന്നെ ഇന്നിപ്പോൾ പാലില്ലാത്തതുകൊണ്ട് ചായയും വെക്കണ്ട, അതും ഒരു ലാഭമാണ് കേട്ടോ. പാല് മേടിക്കാനായിട്ട് 2 ദിവസമായിട്ട് മറന്നുപോയതാണ്. ചായ മസ്റ്റാണ്, എന്നാലും ഒരു ദിവസം കുടിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. ഇത് ശീലമാക്കി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പ്രശ്നം. ഒരു ദിവസം ഇല്ലെങ്കിൽ നമുക്കത് വളരെ പ്രശ്നമാണല്ലേ. അപ്പോൾ പിന്നെ കട്ടൻ കുടിച്ചുകൊണ്ട് പിന്നെ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പുട്ട് ഞാനൊരു കുറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ കറികളെല്ലാം ചെറിയ പാത്രങ്ങളിലേക്കൊക്കെ ആക്കിയെടുക്കുകയാണ്. ചോറ് എടുക്കണം, 6:30 ആകുമ്പം പോകണം അവർക്ക്. നോയമ്പായതുകൊണ്ട് നേരത്തെ വരികയും ചെയ്യും. ഇപ്പോൾ ഒരു മാസം അതുകൊണ്ട് സുഖമാണ്, 3-3:30 ആകുമ്പം വരാം. പിന്നെ ചോറെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ ഓർത്തത് ചെമ്മീനച്ചാറുണ്ടല്ലോ അതുകൂടെ ഇച്ചിരി കൊടുത്തു വിടാമെന്ന് ഓർത്തെ, മറന്നു പോയിരിക്കുമായിരുന്നു. പിന്നെ ഞാനത് എടുത്ത് അതും കൂടെ ഞാൻ പാത്രത്തിലോട്ട് വെക്കുകയാണ്. ഇവിടെ ചെമ്മീനച്ചാറിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊരു അച്ചാറുണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് ചോറിടാനായിട്ട്. അപ്പോൾ ചേട്ടൻ ചോറും പൊതി 3 ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അന്നേരത്തേക്കിന് ചേട്ടനോട് നിന്ന് ചോറെടുത്ത് വെച്ചില്ലെന്ന് ചോദിക്കുന്നുണ്ട്. കഴിക്കാനായിട്ട് ചേട്ടൻ രാവിലെ ചോറ് കഴിക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്ന് എടുത്ത് വെച്ചതിന് ശേഷം എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടനോട് ചോറും കൂടെ എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ പുട്ടൊന്ന് കുത്തിയെടുത്ത് ആദ്യത്തെ ട്രിപ്പ് ഒന്ന് ആവി വന്നു. അപ്പോൾ ചേട്ടനുള്ള ചോറും കൂടെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ രാവിലെ നല്ല പണിയാണ്, തിരക്കെന്ന് പറഞ്ഞാൽ അസാധ്യ തിരക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ ഇവിടെ കുറേ നേരം കുത്തിപ്പിടിച്ചൊക്കെ ഇരിക്കാം. പിന്നെ തുണിയൊക്കെ ഉണ്ടെന്ന് വാഷ് ചെയ്യാനിടണം, അതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണം. പിന്നെ തൂത്ത് തുടയ്ക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ, രാവിലത്തെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഡെയിലി ഇതൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും ഓരോ ദിവസങ്ങൾ തള്ളിയുന്തി പോകുന്നു. അപ്പോഴത്തേണ്ട ചോറുംപൊതിയൊക്കെ ഞാനൊന്ന് സെറ്റാക്കി നമ്മുടെ ലഞ്ച് ബോക്സ് വെക്കുന്ന ബാഗിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.